ഞാൻ അജ്ഞാതൻ. എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. കഷ്ടിച്ച് 77 വയസ്സേ ആയിട്ടുള്ളൂ. ചെറുപ്പം മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്, എന്നെ ടാറ്റയും ബിർളയും അതുപോലെ തന്നെ അംബാനിയെയും അദാനിയൊക്കെ പോലെ ഒരു കോടീശ്വരനാക്കണമേ എന്നാണ്. പക്ഷേ ഈശ്വരൻ എന്നെ നന്നായിട്ട് ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആക്കി. ഒരു ദാരിദ്ര്യവാസിയാക്കി, കോടീശ്വരനൊന്നും ആക്കിയില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന മാറ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും ഞാൻ പ്രാർത്ഥിച്ചു. ജീവിതകാലം മുഴുക്ക ഞാൻ പ്രാർത്ഥിച്ചു. അതൊന്നും ദൈവങ്ങൾ കേട്ടില്ല. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയുടെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി. ഇനിയിപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈശ്വരൻ കേട്ടില്ല, ഇനിയിപ്പോൾ കേൾക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതാണ്: എന്നെ ടാറ്റയും ബിർളയും പോലെ ആക്കണമെന്ന് ഞാൻ പണ്ട് പ്രാർത്ഥിച്ചു, അതാക്കിയില്ല. അപ്പോൾ ആ പ്രാർത്ഥന ഞാൻ പിൻവലിക്കുന്നു. പകരം ഇപ്പോൾ പുതിയ പ്രാർത്ഥന: ഭഗവാനെ, ഈശ്വര, അംബാനിയെയും അദാനിയെയും ടാറ്റയും ബിർളയും എന്നെപ്പോലൊരു ദാരിദ്ര്യവാസിയാക്കണേ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രാർത്ഥന. എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമോ എന്നെനിക്കറിയില്ല. ഓക്കെ, പക്ഷേ സാധാരണ ഒരാൾ അയാൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ പൊതുവെ കേൾക്കില്ല. എൻ്റെ അനുഭവം കൊണ്ട് തന്നെ അത് തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിച്ചാൽ അത് ഈശ്വരൻ കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളെ ടാറ്റയും ബിർളയും പോലെ ഒരു കോടീശ്വരനാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ: നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിലായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ, ഏത് രീതിയിലുള്ള പ്രാർത്ഥനയായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഊഹിക്കുക. അതുകൊണ്ട് അജ്ഞാതൻ എന്ന് പറയുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും വിവിധ വിഷയങ്ങൾ തമാശ കലർത്തി, അതായത് വെറും തമാശയും പിന്നെ വളരെ സീരിയസുമായിട്ടുള്ള വിഷയങ്ങൾ വെച്ചായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. കഷ്ടിച്ച് 3-4 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളായിരിക്കും. എല്ലാം തന്നെ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ആക്ഷേപഹാസ്യം, അതായത് തമാശ രൂപത്തിൽ വളരെ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും സാധാരണ സംഭവങ്ങളും ഒക്കെ ചേർത്തുള്ള വീഡിയോകളാണ് അജ്ഞാതൻ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഗുഡ് ബൈ. ജയ് ഹിന്ദ്.